Dear students, എൻ്റെ പേര് ജസ്റ്റിൻ. ഐ ആം ഫ്രം ഗാലന്റ് AS അക്കാദമി. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പല ബാച്ചസിൽ വി ഹാവ് സീൻ ദ സ്റ്റുഡൻസ് ക്ലിയറിംഗ് സിവിൽ സർവീസ് എക്സാമിനേഷൻ ആൻഡ് മെനി കുഡിൻറ്റ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്, സ്ട്രാറ്റജിസ്റ്റ് ഉണ്ട്, മെൻറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് സൊല്യൂഷൻസും ഉപദേശങ്ങളും ഒത്തിരി കാര്യങ്ങളുള്ള ഒരു ഫീൽഡാണ്, ഇൻഡസ്ട്രിയാണ് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ഇൻഡസ്ട്രി എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പല കുട്ടികളുടെയും കൺസേൺസ് ഒന്ന് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് 1 by 1 ആയിട്ട് നമ്മൾ ഇതിൽ അഡ്രസ്സ് ചെയ്യുന്നു. ആദ്യത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എത്ര മോക്ക് ടെസ്റ്റുകൾ എടുക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എത്ര മോക്ക് ടെസ്റ്റുകൾ എടുക്കണം? ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സിവിൽ സർവീസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ, നമുക്കറിയാം ഈ എക്സാം എന്ന് പറയുന്നത് ദർ ഈസ് എ പ്രിലിമിനറി എക്സാമിനേഷൻ, ദർ ഈസ് എ മെയിൻസ് എക്സാം ആൻഡ് ഫൈനലി പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഈ ഫസ്റ്റ് റൗണ്ട് പ്രിലിംസ് എന്ന് പറയുന്നത് 2 പേപ്പേഴ്സാണ്, ഒബ്ജക്റ്റീവ് പേപ്പേഴ്സാണ്. ഫസ്റ്റ് പേപ്പറിൽ 100 ക്വസ്റ്റ്യൻസും സെക്കൻഡ് പേപ്പറിൽ 80 ക്വസ്റ്റ്യൻസുമാണ് ഉള്ളത്. രണ്ടിനും കട്ട് ഓഫ് ഉണ്ട്. 2 പേപ്പേഴ്സിൻ്റെയും കട്ട് ഓഫ് ക്ലിയർ ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രിലിംസ് ക്വാളിഫൈഡ് ആവുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യത്തെ കാര്യം, പ്രത്യേകിച്ച് നിങ്ങൾ ഫ്രഷേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് കൃത്യമായ ഒരു സിലബസ് ഉണ്ട്. അത് പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ. പ്രിലിംസിൽ പേപ്പർ 1 നമുക്കറിയാം ദർ ഈസ് ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ്, എൻവയറമെന്റൽ സയൻസ്, എക്കണോമി, സയൻസ് ആൻഡ് ടെക്നോളജി, കറണ്ട് അഫയേഴ്സ് പോലുള്ള സബ്ജക്ട്സ് നമുക്ക് എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. കാരണം 100 ക്വസ്റ്റ്യൻസിൽ എല്ലാ വർഷവും ഒരു 50 ക്വസ്റ്റ്യൻസ് മിനിമം ചോദിക്കുന്നത് ഈ പറഞ്ഞ കോർ ഏരിയാസിൽ നിന്നായിരിക്കും. അല്ലെങ്കിൽ 50 തൊട്ട് 60% ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഈ കോർ ഏരിയാസിൽ നിന്നായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 100 എന്നുള്ളൊരു മാർക്കിലേക്ക് എത്തും. യൂഷ്വലി ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 85 മേലേക്ക്, 85 തൊട്ട് 100 വരെയുള്ളൊരു മാർക്കിലായിരിക്കും ഇതിൻ്റെ കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ഇവിടെ മോക്ക് ടെസ്റ്റ് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഠിച്ച കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ റിവൈസ് ചെയ്യാനും റിഹേഴ്സ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ മോക്ക് ടെസ്റ്റുകൾ എടുക്കുന്നത്. അപ്പോൾ കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ശരിയാകാം, ചില ഷോർട്ട് കട്ട്സ് ഒക്കെ വർക്കൗട്ട് ആവാം. പക്ഷേ 95% കേസസിലും കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഇല്ലാണ്ട് ഈ എക്സാം എഴുതിയെടുക്കുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. അതുകൊണ്ട് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഈ സബ്ജക്ട്സ്, ഹിസ്റ്ററി, എക്കണോമി, ജോഗ്രഫി, പൊളിറ്റി, എൻവയറമെന്റൽ സയൻസ്, സയൻസ് ആൻഡ് ടെക് പ്ലസ് 1 years കറണ്ട് അഫയേഴ്സ്, അത് ഭംഗിയായിട്ട് നിങ്ങൾ കവർ ചെയ്തിരിക്കണം. അത് കവർ ചെയ്യാനായിട്ട് ഒരു സമയം കണ്ടെത്തിയിരിക്കണം. അതിൻ്റെ കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടെസ്റ്റ് എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്നത് 100 ക്വസ്റ്റ്യൻസിൻ്റെ ഫുൾ ടെസ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റുകൾ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ്, നമുക്കറിയാം 100 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ടെസ്റ്റ് എഴുതാൻ നമുക്ക് 2 മണിക്കൂർ 120 മിനിറ്റാണ് സമയം കിട്ടുന്നത്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിൽ എത്ര എണ്ണം ശരിയാവുന്നുണ്ട്, എത്ര എണ്ണം തെറ്റുന്നുണ്ട്, എത്ര എണ്ണത്തിൽ കോൺസെപ്റ്റൽ എറേഴ്സ്, ഫാക്ച്വൽ എറേഴ്സ് അല്ലെങ്കിൽ കെയർലെസ് എറേഴ്സ് വരുത്തി എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഫുൾ ടെസ്റ്റുകൾ എടുക്കുക. എല്ലാ സൺഡേസിലും ഫുൾ ടെസ്റ്റുകൾ എടുക്കുക. എല്ലാ ദിവസവും പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മോക്ക് ടെസ്റ്റ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഓൾവേസ് നൈസ്. ഒരു പർട്ടിക്കുലർ അക്കാദമീൻ്റെ 100 ടെസ്റ്റ് എടുക്കുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും ക്വാളിറ്റി ഉള്ള, നോർത്തിലും സൗത്തിലൊക്കെ ഉള്ള മൾട്ടിപ്പിൾ ടെസ്റ്റുകൾ എടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പം നിങ്ങളുടെ സ്റ്റഡി സർക്കിൾസിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, പല ടെസ്റ്റുകളും സബ്സ്ക്രൈബ് ചെയ്ത ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പം മൾട്ടിപ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ടെസ്റ്റുകൾ എടുക്കുന്നത് വളരെയധികം നന്നായിരിക്കും. കാരണം ഒരുപാട് ആൾക്കാരുടെ പെർസ്പെക്റ്റീവ്സിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റും. പല ഡയമെൻഷൻസിലും പല ആംഗിൾസിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെസ്റ്റിന് മുന്നോടിയായിട്ട്, പ്രിലിംസിന് മുന്നോടിയായിട്ട് ഒരു 10,000 ക്വസ്റ്റ്യൻസ് എങ്കിലും സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെയധികം നന്നായിരിക്കും.
പിന്നെ ടെസ്റ്റ് എന്നുള്ളത്, അഗെയിൻ ഐ എം ടെല്ലിങ് യു, ടെസ്റ്റ് എന്നുള്ളത് ഒരു ഫൈനൽ വേർഡിക്റ്റ് അല്ല. മോക്ക് ടെസ്റ്റുകൾ എപ്പോഴും നിങ്ങളെ റിഫൈൻ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനായിട്ട് മാത്രമേ കാണാവുള്ളൂ. ഒരു ടെസ്റ്റിൽ മാർക്ക് കുറയുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടാവുന്നതോ അല്ലെങ്കിൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ് കുറയുന്നതോ ഒന്നും ഒരു പ്രശ്നമല്ല. എവറി മോക്ക് ടെസ്റ്റ് ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. സോ വാട്ട് ഐ ആം സേയിങ് ഇസ് ദാറ്റ് ടെസ്റ്റുകൾ നിങ്ങൾ എടുത്തോളൂ. ടെസ്റ്റുകൾ എടുക്കുന്നതിനോടൊപ്പം തന്നെ എവിടെയെല്ലാമാണോ നിങ്ങൾ വീക്ക് ആയിട്ടുള്ളത് ആ ഏരിയാസിൽ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യൂ, കൂടുതലായിട്ട് റിവൈസ് ചെയ്യൂ, കോൺസെപ്ച്വൽ ക്ലാരിറ്റി ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കൂ, കൂടുതൽ ഏരിയാസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പൊ നമ്പർ ഓഫ് ടെസ്റ്റ് എന്നതിനേക്കാൾ ഉപരി ഞാൻ പറയുന്നത് മൾട്ടിപ്പിൾ സോഴ്സസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മെന്റേഴ്സിന്റെ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ അക്കാദമീസിന്റെ ടെസ്റ്റുകൾ എടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് ഈ ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്ന ആസ്പിരൻസ് ഉണ്ട്, ഫർദറായിട്ട് വേറെ ഹയർ സ്റ്റഡീസ് പാരലി ചെയ്യുന്ന ആസ്പിരൻസ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ആസ്പിരൻസ് ഉണ്ട്, ഫുൾ ടൈം പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസ് ഉണ്ട്. അപ്പോൾ ഇത്ര അവേഴ്സ് എന്നൊരു പർട്ടിക്കുലർ ടൈം ഇല്ല UPSC പ്രിപ്പറേഷൻ. അതുകൊണ്ട് നിങ്ങൾ അതിൽ പാനിക് ആവണ്ട. ബിക്കോസ് ഫുൾ ടൈം ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്നവർ ചിലപ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അയാൾക്ക് പ്രൊഡക്റ്റീവായിട്ട് ഒരു 4 മണിക്കൂറോ അല്ലെങ്കിൽ 5 മണിക്കൂറോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ എത്ര അവേഴ്സ് നിങ്ങൾ ഇതിലിടുന്നു എന്നതിനേക്കാൾ ഉപരി അത് എത്രത്തോളം ക്വാളിറ്റേറ്റീവ് ആണ് എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. അതെപ്പോഴും ശ്രദ്ധിക്കുക. കാരണം കഴിഞ്ഞ കുറേ ബാച്ചസിലൊക്കെ പലപ്പോഴും നമ്മുടെ പല സ്റ്റുഡൻസും ജോലി ചെയ്തുകൊണ്ട് ക്ലിയർ ചെയ്ത ഒരുപാട് പേരുണ്ട്. ഇനി ഫുൾ ടൈം ഇരുന്ന് പ്രിപ്പയർ ചെയ്തിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റാത്ത കുട്ടികളുമുണ്ട്. അപ്പം ഇതിൽ എത്ര അവേഴ്സ് നിങ്ങൾ ഇടുന്നു എന്നതിനേക്കാൾ ഉപരി എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം എല്ലാ സൺഡേ ടെസ്റ്റിനും വേണ്ടി നിങ്ങൾ ഡെയിലി ഒരു പർട്ടിക്കുലർ അവേഴ്സ് അതിൻ്റെ റിവിഷന് വേണ്ടിയിട്ട്, നമുക്കറിയാം ഡെയിലി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടാവും. എല്ലാ സൺഡേ ടെസ്റ്റിൻ്റെ സിലബസും നിങ്ങൾ ഡെയിലി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഡെയിലി കവർ ചെയ്യേണ്ട പോർഷൻസ് ഡെയിലി ഒരു പർട്ടിക്കുലർ അവേഴ്സ് നിങ്ങൾ ചെയ്തു പോവുക. അതിനോടൊപ്പം കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഒരു പർട്ടിക്കുലർ ടൈം സ്പെൻഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് ഏതാണെങ്കിലും ഒരു ജനുവരി വരെ അത് ചെയ്തു പോകുന്നതിൽ ഒരു തെറ്റില്ല. ഡെയിലി ഒരു പർട്ടിക്കുലർ ടൈം ഓപ്ഷണലിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ഒരു പർട്ടിക്കുലർ ടൈം ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. പ്രിലിംസ്, മെയിൻസ്, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു സിംഗിൾ ആക്ടിവിറ്റിനേക്കാൾ ഉപരി നിങ്ങൾക്ക് 4 അവേഴ്സ് ഉണ്ടെങ്കിലും 6 അവേഴ്സ് ഉണ്ടെങ്കിലും ഇനി 10 അവേഴ്സ് ഉണ്ടെങ്കിലും അതിനെ പ്രോപ്പറായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് GSന് വേണ്ടിയിട്ട് ഒരു സമയവും കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഒരു സമയവും ഓപ്ഷനിന് വേണ്ടി ഒരു സമയവും പ്രാക്ടീസിന് വേണ്ടി ഒരു സമയമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഓരോന്നിനും 6 മണിക്കൂറും 7 മണിക്കൂറും വെച്ച് കൊടുക്കേണ്ട. നിങ്ങൾക്ക് ഇനി ആകെപ്പാട് 5 മണിക്കൂറേ ഉള്ളെങ്കിൽ ഓരോ മണിക്കൂർ വെച്ച് ഡിവൈഡ് ചെയ്താലും മതി. അല്ലെങ്കിൽ യു ക്യാൻ പ്രയോറിറ്റൈസ്. ഇപ്പോൾ നിങ്ങൾ CSATൽ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഡെയിലി CSAT ചെയ്യേണ്ടി വരത്തില്ല, വീക്കെൻഡിൽ മാത്രം ചെയ്താൽ മതിയാവും. അപ്പം അങ്ങനെ യു ക്യാൻ പ്രയോറിറ്റൈസ്. ഏത് ഏരിയാസിനാണ് കൂടുതൽ സമയം ഇടേണ്ടത്, ഏതാണ് കുറച്ച് സമയം ഇടേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഈ ജനുവരി ഫെബ്രുവരിയുള്ള സമയം നിങ്ങൾ പ്രിലിംസിനോടൊപ്പം മെയിൻസും കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രിലിംസ് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ സംഭവിക്കുന്നത് മെയിൽ പ്രിലിംസ് എക്സാമിന് ശേഷം 2 മാസം കൊണ്ട് മെയിൻസ് നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളതാണ്. ഓഗസ്റ്റിലാണ് മെയിൻസ് വരുന്നത്. അപ്പോൾ ഈ ജനുവരി ഫെബ്രുവരി വരെയുള്ള സമയം നിങ്ങൾ പ്രിലിംസും മെയിൻസും ബാലൻസ് ചെയ്ത് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നടക്കുന്ന മോക്ക് ടെസ്റ്റിൽ മാർക്ക് കുറയുന്നതിൽ നിങ്ങൾ ഒരിക്കലും പാനിക് ആവണ്ട, വറീഡ് ആവണ്ട. ഇറ്റ് ഹാപ്പൻസ് വിത്ത് എവ്രി വൺ. Once in the past, even the toppers also experienced the same thing only. അപ്പോൾ അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ഏരിയ അല്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം മെയിനായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CSAT. ചിലർക്ക് പ്രത്യേകിച്ച് മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കുട്ടികൾക്ക് CSAT ഒരു ബാലികേറ മലയാണ്, അല്ലെങ്കിൽ CSATൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ CSAT കാരണം സ്ഥിരം പ്രിലിംസ് പൊട്ടിപ്പോകുന്നു എന്നൊരു കൺസേൺ ഉണ്ട്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല കുട്ടികളുടെയും ഒരു ട്രാക്ക് റെക്കോർഡ്സ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു റിയാലിറ്റി,
നിങ്ങൾ സിസാറ്റിൽ സ്ട്രോങ് അല്ലെങ്കിൽ പോലും, മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ പോലും, വാട്ട് യു ക്യാൻ ഡു ഈസ്, സിസാറ്റിലടക്കം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട്. ഇപ്പം മാത്സിലടക്കം ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഈസി ഏരിയാസ് ഉണ്ട്. ചിലപ്പോൾ അത് നമ്പർ സിസ്റ്റം ആയിരിക്കും, ആവറേജ് ആയിരിക്കും, റേഷ്യോ പ്രൊപ്പോർഷൻ ആയിരിക്കും, പെർസെൻറ്റേജ് ആയിരിക്കും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഏരിയാസ് മാത്സിലുണ്ട്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഏരിയാസ് റീസണിങ്ങിലുണ്ട്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഏരിയാസ് കോംപ്രിഹെൻഷൻ സൈഡിലുമുണ്ട്. അപ്പോൾ ഈ 3 ഏരിയാസിലും നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയാസിൽ നിങ്ങൾ മാസ്റ്റർ ആയാൽ മതി. ഡോണ്ട് ബി ദ മാസ്റ്റർ ഓഫ് എവറിത്തിങ്. ഏതെല്ലാമാണോ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് ഏറ്റവും ഭംഗിയായിട്ട്, ഏറ്റവും ടഫായിട്ടുള്ളതിൽ നിങ്ങൾ അവേഴ്സ് ആൻഡ് അവേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതും, ഈസി ഏരിയാസ് നിങ്ങൾ നെഗ്ലക്ട് ചെയ്യുന്നതും, ഇറ്റ്സ് എ ബ്ലണ്ടർ ഐഡിയ. ചെയ്യാൻ പറ്റുന്ന ഏരിയാസ്, നിങ്ങൾക്കൊരു കഴിഞ്ഞ 10 വർഷത്തെ സിസാറ്റിന്റെ ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചെയ്യാൻ പറ്റുന്ന മാത്സിന്റെ ഏരിയാസും റീസണിങ്ങിന്റെ ഏരിയാസും കോംപ്രിഹെൻഷന്റെ ഏരിയാസും എല്ലാ വർഷവും UPSC ചോദിക്കാറുണ്ട്. ആ ഏരിയാസിൽ നിങ്ങൾ പുലിയാവാൻ ശ്രമിക്കുക. ടഫായിട്ടുള്ള ഏരിയാസ് വിട്ടോളൂ. ദിസ് ഈസ് ഓൾസോ എ സൊല്യൂഷൻ. ഞാൻ പറയുന്നത് ബാക്കിയുള്ളത് പഠിക്കേണ്ടെന്നോ ചെയ്യേണ്ടെന്നോ അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് സിസാറ്റിൽ യാതൊരു പിടിപാടും ഇല്ലെങ്കിൽ, സിസാറ്റ് ഒരു രക്ഷയില്ലെങ്കിൽ, ഞാൻ പറയുന്ന ഒരു സൊല്യൂഷനാണ്. ചെയ്യാൻ പറ്റുന്ന ഏരിയാസിൽ നിങ്ങൾ മാസ്റ്റർ ആവാൻ ശ്രമിക്കുക. അത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ആരാണോ നിങ്ങളുടെ സിസാറ്റ് മെന്റേഴ്സ്, അവരുടെ സപ്പോർട്ട് എടുക്കുക. ദേ ക്യാൻ ഗൈഡ് യു ബെറ്റർ. ഇനി ഒരു കൺസേൺ മെയിനായിട്ട് ചോദിച്ചിരിക്കുന്നത് ഈ ടെസ്റ്റ് എപ്പോഴെടുക്കണം എന്നുള്ള ഒരു കൺസേൺ ആണ്. കാരണം കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം ഒരു മാർച്ച് അല്ലെങ്കിൽ ഏപ്രിലൊക്കെ ടെസ്റ്റ് എടുത്ത് തുടങ്ങാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇതും ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ ചെയ്ത കുറേ പേരുടെ ട്രാക്ക് നോക്കുമ്പോൾ അതിൽ പലർക്കും ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ദേ ആർ നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടികളായിരുന്നു, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളായിരുന്നു. പക്ഷെ ടെസ്റ്റ് അവസാന നിമിഷത്തേക്ക് വെച്ചപ്പോൾ എല്ലാം അവർക്ക് പിന്നെ പ്രഷറായിട്ട് മാറി. അപ്പം അതിനവർ കണ്ടെത്തിയ, അല്ലെങ്കിൽ അതിന് പറയാനുള്ളൊരു റീസൺ ഇതാണ്: ഒന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല, പഠിച്ചതിന് ശേഷം ടെസ്റ്റ് എടുക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പഠിച്ചു കഴിയുക അല്ലെങ്കിൽ 100% പെർഫെക്ഷൻ പ്രിപ്പറേഷനിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാർഡ്ലി പോസിബിൾ. അപ്പോൾ ഇതിൽ പൂർണ്ണമായിട്ട് 100% പഠിച്ചെഴുതുക എന്നൊരു സംഭവം നടക്കാത്ത കേസ് കേട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, പഠിച്ച അത്രയും നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് ടെസ്റ്റുകൾ എടുത്തോളൂ. ടെസ്റ്റിന് ശേഷം പഠിക്കാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആൻസർ കീ എക്സ്പ്ലനേഷൻ നിങ്ങളെ സഹായിക്കും, അത് നല്ല രീതിയിൽ കവർ ചെയ്യാനായിട്ട്. ഇനി അതല്ല, സൈക്കിൾ 2 വരുമ്പോഴത്തേക്കും ഈ സൈക്കിൾ 1 ടെസ്റ്റ് വീണ്ടും നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ എടുക്കാണ്ടിരുന്നാൽ സംഭവിക്കുന്നത്, ഈ പറയുന്ന 2 മാസം കൊണ്ട് 40 ടെസ്റ്റ് അല്ലെങ്കിൽ 35 ടെസ്റ്റ്, ഓൺ ആൻ ആവറേജ് ഒരു സൺഡേ ടെസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ സൺഡേസിലും ആയിരിക്കും ടെസ്റ്റ് എടുക്കുന്നത്. എല്ലാ ദിവസവും ഫുൾ ടെസ്റ്റ് എടുക്കുക പ്രാക്ടിക്കലി ഇറ്റ് ഈസ് ഇംപോസിബിൾ. മോസ്റ്റ്ലി ഫുൾ ടെസ്റ്റുകളെല്ലാം സൺഡേസിലായിരിക്കും എഴുതുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു പക്ഷേ 10-40 ടെസ്റ്റ് ആയിരിക്കും നിങ്ങൾ എഴുതുന്നത്. പിന്നെ ഡെയിലി നിങ്ങൾ 25-50 ക്വസ്റ്റ്യൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്ത് പോകുന്നു. ഇനി മൾട്ടിപ്പിൾ ടെസ്റ്റുകൾ ഡിസ്കഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നല്ലത്. പക്ഷേ ടെസ്റ്റ് എല്ലാ സൺഡേസിലും അറ്റ്ലീസ്റ്റ് എടുത്തു പോവുകയാണെങ്കിൽ, അതും ഞാൻ പറയുന്നത് ശരിക്കും ഓഫ്ലൈനായിട്ട് തന്നെ ചെയ്തു പോകാൻ ഒരു നിവൃത്തിയില്ലെങ്കിൽ ഓൺലൈൻ ചെയ്തോളൂ. അതർവൈസ് നിങ്ങൾ ഓഫ്ലൈൻ തന്നെ ടെസ്റ്റുകൾ എടുത്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ശരിക്കും ആ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ ആ ഒരു എക്സാമിൻ്റെ ഒരു എക്കോസിസ്റ്റം ഉണ്ടല്ലോ, അതുമായിട്ട് സിങ്ക് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം ഹാളിൽ ഫീൽ ചെയ്യുന്ന പ്രഷർ അല്ലെങ്കിൽ അതിൻ്റെ ടൈം മാനേജ്മെൻറ്റ്, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാ സൺഡേസിലും ഓഫ്ലൈനായിട്ട് തന്നെ ടെസ്റ്റ് എടുക്കുക. ടെസ്റ്റ് ഒരിക്കലും പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. ആ ഒരാഴ്ച നിങ്ങൾ എത്രത്തോളം റിവിഷൻ ചെയ്തോ അതിൻ്റെ ബേസിസിൽ ടെസ്റ്റ് എടുത്തോളൂ. കാരണം 100% പഠിച്ചെഴുതുക എന്ന് പറയുന്നത് അവിടെ കോംപ്രമൈസ്ഡ് ആവുന്ന നിങ്ങളുടെ നമ്പർ ഓഫ് ടെസ്റ്റുകൾ തന്നെയായിരിക്കും. പിന്നെ എല്ലാം ഓർത്ത് വെച്ച് ഓർമ്മയിൽ പോയി എഴുതുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അപ്പോൾ എത്രത്തോളം ടെസ്റ്റ് എടുക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് എക്സാമിൽ മറ്റുള്ളവരെ വെച്ച് ഒരു എഡ്ജ് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. നേരത്തെ ടെസ്റ്റ് തുടങ്ങുക, അവസാനത്തെ സ്റ്റേജിലേക്ക് മാറ്റി വെക്കാണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ തൊട്ടെങ്കിലും ടെസ്റ്റുകൾ തുടങ്ങുക. ടെസ്റ്റ് സൈക്കിൾ 1, 2, 3 ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് വൈസ് ഫുൾ ടെസ്റ്റും, കറണ്ട് അഫയേഴ്സിൻ്റെ ടെസ്റ്റും, സിസാറ്റിൻ്റെ ടെസ്റ്റും, അതുപോലെ തന്നെ പ്രിലിംസിൻ്റെ കോംപ്രിഹെൻസീവ് ടെസ്റ്റുകളെല്ലാം നിങ്ങൾ ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ടെസ്റ്റിന് ശേഷമുള്ള സെൽഫ് അസസ്മെൻറ്റും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണ്.
ഇപ്പോൾ ഗാലൻറ്റിൽ ചെയ്യുന്ന റാപ്പിഡ് അനാലിസിസ് പ്രോഗ്രാം പോലുള്ള ഓരോ ടെസ്റ്റിന് ശേഷം എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു ചെയ്തില്ല, എന്തുകൊണ്ട് ചെയ്തു ചെയ്തില്ല, കെയർലെസ് എറേഴ്സ്, കോൺസെപ്റ്റ് എറേഴ്സ്, ഫാക്ച്വൽ എറേഴ്സ്, ടെക്നിക്കൽ എറേഴ്സിനൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്യാനും മനസ്സിലാക്കാനും അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫൈനൽ എക്സാമിനെ വളരെ വലിയ തോതിൽ അത് എൻകറേജ് ചെയ്യാം, ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്, വിട്ടുപോകരുത്. ഇനി മറ്റൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെസ്റ്റിലെല്ലാം മറന്നു പോകുന്നു. ഇറ്റ്സ് എ കൺസേൺ ഫോർ മെനി. ടെസ്റ്റ് എടുക്കുന്നു, പക്ഷെ പഠിച്ചത് പലതും മറന്നു പോകുന്നു, പ്രോപ്പറായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആക്ച്വലി സ്റ്റഡി. വെറുതെ വായിക്കുന്നത് ഒരു പ്രിപ്പറേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. വെറുതെ വായിച്ചു പോയിട്ടുണ്ടാവാം, പക്ഷെ നിങ്ങളത് കോൺസെപ്റ്റ് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പ്ലീസ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ്. ജസ്റ്റ് റീഡിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ കോൺസെപ്റ്റ്. വെറുതെ വായിച്ചു തള്ളിയത് കൊണ്ടോ ഒരുപാട് വായിച്ചു കൂട്ടിയത് കൊണ്ടോ അത് പ്രിപ്പറേഷൻ ആവുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കും. ഇൻഫ്ലേഷൻ എന്താണെന്നും ഡിഫ്ലേഷൻ എന്താണെന്നും സ്റ്റാഗ്ഫ്ലേഷൻ എന്താണെന്നും, അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റും ബാലൻസ് ഓഫ് ട്രേഡ് എന്താണെന്നും, റെപ്പോ റേറ്റും റിവേഴ്സ് റെപ്പോ റേറ്റും. ഇവിടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി എന്നുള്ളതാണ് നിങ്ങളെ എക്സാമിന് സഹായിക്കുന്ന ഘടകം. ഒരുപാട് തവണ വായിച്ചു പോയിരുന്നു എന്നതിനേക്കാൾ ഉപരി ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ മാർക്ക്. കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുള്ള ആർക്കും UPSCയുടെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ തെളിവാണ് ഈ കഴിഞ്ഞ കുറേ വർഷത്തെ ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ കുറേ PYQ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി ഒരു ഘടകം എന്ന് പറയുന്നത്, പ്രിലിംസിന് വേണ്ടി പ്രിലിംസ് മാത്രം പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ പ്രിലിംസും മെയിൻസും ഒരുമിച്ച് പഠിക്കണോ, മെയിൻസ് പ്രിലിംസിന് ശേഷം പഠിച്ചാൽ മതിയോ? ഇതെല്ലാം ഞാൻ പറയുന്നത് എന്തിന്റെ വെളിച്ചത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എക്സാം ക്ലിയർ ചെയ്തവരും ക്ലിയർ ചെയ്യാത്തവരും തമ്മിലുള്ള ബേസിക് ഡിഫറൻസസിന്റെ ഒരു അനാലിസിസിന്റെ ബേസിസിലാണ്. നിങ്ങൾ പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള സാധ്യത പ്രിലിംസ് മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ച ആൾക്കാരെക്കാൾ കുറവായിരിക്കും. കാരണം കഴിഞ്ഞൊരു 4-5 വർഷത്തെ പേപ്പേഴ്സ് നിങ്ങൾ നോക്കുക. There are lots of questions from international relations. There are lots of questions from science and tech. There are lots of questions from defense, internal security. There are lots of questions from agriculture. There are lots of questions from social justice. അപ്പോൾ നമ്മുടെ GS1-ലും GS2-ലും GS3-ലൊക്കെ ഉള്ള കുറേ മോഡ്യൂൾസിൽ നിന്ന്, മെയിൻസിന് മാത്രം പഠിക്കുന്ന കുറേ മോഡ്യൂൾസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രിലിംസിലെ ആൻസറബിൾ ആണ്. അപ്പോൾ ഈ GS1, GS2, GS3-ന്റെ മോഡ്യൂൾസ് കവർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും അയാൾക്ക് പ്രിലിംസിൽ ചിലപ്പോൾ അത് പക്ക കറണ്ട് അഫെയർ ആയിരിക്കും, പക്ഷെ ഇവിടെ കോൺസെപ്റ്റ് പഠിച്ച മൊഡ്യൂൾസ് പഠിച്ച ഒരാൾക്ക് അവിടെ ആ കറണ്ട് അഫെയർസ് അയാൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. മേബി സോഷ്യൽ ജസ്റ്റിസോ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇന്റർണൽ സെക്യൂരിറ്റിയോ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസോ, സൊസൈറ്റിയോ ഒക്കെ കവർ ചെയ്ത ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കൂളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഐ ഓൾവേസ് സജസ്റ്റ് യു, നിങ്ങൾ പ്രിലിംസിന് പഠിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ GS1-ഉം GS2-ഉം GS3-യും പാരലലി കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ പഠിക്കും. പിന്നെ എത്തിക്സ് പേപ്പറും കൂടി നിങ്ങൾ നേരത്തെ കവർ ചെയ്താൽ അത്രയും നല്ലതാണ്. കാരണം 2025 നിങ്ങൾ നോക്കുക, മെയ് പ്രിലിംസിന് ശേഷം 2 മാസം ഓഗസ്റ്റിൽ മെയിൻസ് വരും. അപ്പോൾ ആ ഒരു 2 മാസം കൊണ്ട് ഈ 9 പേപ്പേഴ്സും നിങ്ങൾ പഠിച്ച് റിവൈസ് ചെയ്ത് എഴുതുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പരമാവധി പഠിക്കാൻ പറ്റുന്ന മെയിൻസ് നേരത്തെ പഠിച്ചു തീർക്കുക. പ്രിലിംസിന് ശേഷം റിവിഷനും ടെസ്റ്റിലും മാത്രം ഫോക്കസ് ചെയ്യുക. ഇനി തീരെ പഠിക്കാൻ പറ്റാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ അത് ചെറിയ മൊഡ്യൂൾസ് ആയിരിക്കും, പെട്ടെന്ന് ഫിനിഷ് ചെയ്യും. ഇനിയൊരു കാര്യം പറയാനുള്ളത്, അതും പലപ്പോഴും ഈ എന്താ പറയുക, കുട്ടികൾ ചോദിക്കുന്ന ഒരു കൺസേൺ ആണ്. ഇതൊക്കെ ഞാൻ വളരെ സിമ്പിളായിട്ട് പ്രസന്റ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൺസേൺസ് ഏറ്റവും കൂടുതൽ ഉള്ളത് ചിലപ്പോൾ ഫ്രഷേഴ്സിനായിരിക്കും. അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്.
ഇനിയൊരു കാര്യം എന്ന് പറയുന്നത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നിങ്ങൾക്ക് പല അക്കാദമീസിന്റെ മെറ്റീരിയൽസ് തരുന്നുണ്ടാവാം, സ്റ്റഡി നോട്ട്സ് തരുന്നുണ്ടാവാം, പ്രിന്റഡ് മെറ്റീരിയൽ തരുന്നുണ്ടാവാം. എവറിത്തിങ് ഈസ് ഫൈൻ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഷോർട്ട് നോട്ട്സ്, സ്റ്റഡി നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പ്രിലിംസിനും മെയിൻസിനും ഒരേപോലെ ഗുണം ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, ഗവൺമെൻറ് സ്കീംസ് ചെയ്യുമ്പോൾ ആ സ്കീം, അതിൻ്റെ മിനിസ്ട്രി, അത് സെൻട്രൽ സെക്ടറൽ സ്കീമാണോ, സ്റ്റേറ്റ് സ്പോൺസർഡ് സ്കീമാണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൻ്റെ ബെനിഫിഷ്യറീസ്, അല്ലെങ്കിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലെ ചലഞ്ചസ്, അതിൻ്റെ വേ ഫോർവേഡ്, ഫർദർ അപ്ഡേറ്റ്സ്, ഈ മെയിൻ പോയിന്റ്സ് മാത്രം നോട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡൺ. സിമിലർ വേ, യു സ്റ്റഡി ദ ബയോസ്ഫിയർ, Ramsar sites, constitutional amendments, features of the preamble, or maybe dynasties of ancient India, historical battles of ancient medieval India. അങ്ങനെ നിങ്ങൾ ഓരോ സബ്ജക്ട്സിലും ഈ കോർ തീംസിന് വേണ്ടി സെപ്പറേറ്റ് ടെംപ്ലേറ്റ്സ് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ, ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്, സോ ദാറ്റ് ആർ നോട്ട് മേക്കിംഗ് വളരെ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സേ അല്ല. അങ്ങനെ നിങ്ങൾക്ക് ചെയ്തു പോകാൻ പറ്റുവാണെങ്കിൽ, again I'm telling you that it will save lot of your time, lot of your energy. കാരണം ഇവിടെ റിവിഷൻ എന്നൊരു പ്രോസസ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ നോട്ട് മേക്കിംഗ് ഒക്കെ ഒരു തവണയേ ചെയ്യുന്നുള്ളൂ, പിന്നെ ഉള്ളതെല്ലാം അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ ഈച്ച് ആൻഡ് എവരി, എന്താ പറയുക, ഓരോ തവണയും നോട്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു തവണ നോട്ട് ഉണ്ടാക്കി അത് മൾട്ടിപ്പിൾ തവണ റിവിഷൻ ചെയ്യുക എന്നുള്ളത്. ഒപ്പം തന്നെ എന്തെല്ലാം അപ്ഡേറ്റ്സ് ഉണ്ടോ അതെല്ലാം ആഡ് ഓൺ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു പോകാം. മറ്റൊരു ചോദ്യം, കോംപ്രിഹെൻഷൻ. ഈ കോംപ്രിഹെൻഷൻ എന്തുകൊണ്ടാണ് കുട്ടികൾക്കൊരു ബാലികേറ മലയാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വായനയില്ലാത്ത ആസ്പിരൻസിനാണ് കോംപ്രിഹെൻഷൻ ഒരു പ്രശ്നമാവുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ന്യൂസ് പേപ്പർ വായിക്കുന്നത് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലെ ആർട്ടിക്കിൾസ് വായിക്കുന്നത് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സിന് വേണ്ടി മാത്രമല്ല, ശരിക്കും നിങ്ങളുടെ വൊക്കാബുലറി എൻറിച്ച് ചെയ്യാനും കോംപ്രിഹെൻഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു എലമെൻ്റാണ് റെഗുലറായിട്ട് ഈ ആർട്ടിക്കിൾസ് വായിക്കുക എന്നുള്ളത്. എസ്പെഷ്യലി ഈ എഡിറ്റോറിയൽ പേജസും ഒപ്പീനിയൻ പേജസ് ഒക്കെ വായിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം പലപ്പോഴും ഈ സിസാറ്റിലെ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ അധികം പാസേജസും എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ സോക്കോൾഡ് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസിൽ നിന്നാണ്. അപ്പോൾ അതിൽ വരുന്ന കീവേഡ്സുമായിട്ട് നിങ്ങൾ ഫെമിലിയർ ആവും, അതിൻ്റെ വൊക്കാബുലറി, അതിൻ്റെ ഇഡിയംസ്, യൂസേജ്, ഇതൊക്കെ ആയിട്ട് നിങ്ങൾ ഫെമിലിയർ ആവും. റെഗുലറായിട്ട് ന്യൂസ് വായിക്കുക, ന്യൂസ് പേപ്പർ വായിക്കുക, ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് യുവർ വൊക്കാബുലറി ആൻഡ് യുവർ കോംപ്രിഹെൻഷൻ സ്കിൽസ്. പിന്നെ കോംപ്രിഹെൻഷനിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട എലമെന്റ് എന്ന് പറയുന്നത്, ചോയ്സസിനെ എലിമിനേറ്റ് ചെയ്ത് എക്സാക്ട് ആൻസറിലേക്ക് എത്തുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കണം. ആദ്യം തന്നെ എക്സാക്ട് ആൻസർ പിക്ക് ചെയ്യുന്നതിനേക്കാൾ ഉപരി എന്തുകൊണ്ട് എ തെറ്റുന്നു, ബി തെറ്റുന്നു, സി തെറ്റുന്നു, അങ്ങനെ ആ മൂന്നെണ്ണം എലിമിനേറ്റഡ് ആവുമ്പോൾ എന്തുകൊണ്ട് ഡി ആൻസർ ആവും എന്ന് ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒരു UPC തോട്ട് പ്രോസസ്സിലേക്ക് നമ്മൾ തന്നെ ഒന്ന് മോൾഡ് ചെയ്യണം, നമ്മളെ തന്നെ ഒന്ന് ട്രെയിൻ ചെയ്യണം. നമ്മൾ ചിന്തിക്കുന്നത് UPC ചിന്തിക്കുന്നതും രണ്ടും രണ്ടായി പോകരുത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതും ഒരു പരിധി വരെ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരിക്കലും ഡോണ്ട് എവർ അണ്ടർ എസ്റ്റിമേറ്റ് ഓർ ഓവർ എസ്റ്റിമേറ്റ് യുവർ പ്രിപ്പറേഷൻ ലെവൽ. പല കുട്ടികളും ചിലപ്പോൾ ചിന്തിക്കുന്നത് എൻ്റെ പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് ടെസ്റ്റുകൾ എടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നുണ്ടാവും. മണ്ടത്തരമാണ്. റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എത്ര ടെസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിലും, എത്ര പ്രിലിംസ് എഴുതിയിട്ടുണ്ടെങ്കിലും റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പ്രിലിംസ് മെയിൻസ് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ ടെസ്റ്റ് എടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് സെൽഫായിട്ടുള്ള ഒരു അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു അക്കാദമിൻ്റെ തന്നെ 100 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ്, അല്ലെങ്കിൽ 100 ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് പല അക്കാദമീസിൻ്റെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പല അക്കാദമീസിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു പാൻ ഇന്ത്യ ലെവലിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു, നിങ്ങളുടെ കോമ്പറ്റീഷൻ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു എലമെൻ്റാണ്. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യൂ, കൂടുതൽ PYQസും മോഡൽ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യൂ.
സിലബസിലുള്ള കോർ ഏരിയാസ് മസ്റ്റായിട്ടും കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കൂ. സമയം നിങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്താലും, 10 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്താലും 5 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾ എത്രത്തോളം പ്രൊഡക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും ഇവിടെ മാറ്റർ ആവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഗാലൻ്റ് AIS അക്കാദമീൻ്റെ ടെസ്റ്റ് സീരീസിനെ കുറിച്ച് അറിയാനും ഗാലൻ്റ് AIS അക്കാദമീൻ്റെ പ്രോഗ്രാംസിനെ കുറിച്ച് അറിയാനൊക്കെ നിങ്ങൾക്ക് ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് പ്രിപ്പറേഷനിൽ അത് പ്രിലിംസിൻ്റെ, മെയിൻസിൻ്റെ, പ്രിലിംസിൻ്റെ തന്നെ GS, CSAT അല്ലെങ്കിൽ CSATൻ്റെ തന്നെ അക്കൗണ്ട്, റീസണിങ്, കോംപ്രിഹെൻഷൻ, അങ്ങനെ ഏത് ഏരിയാസിലും എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഗാലൻ്റ് AIS അക്കാദമിയുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, സോ വി വിൽ continue doing lots of videos to support you crack this exam, UPSC CSE 2025-2026. Feel free to contact us for clearing your doubts, your concerns with regard to preparation. Till then, bye. All the best. Stay tuned.